ആ പിന്നെ നമുക്ക് ഇപ്പൊ കുട്ടിക്ക് വെടി കിട്ടിയ മീയെ കാണാൻ പോവാം. ഓക്കെ അവിടെ എല്ലാരും എനിക്ക് അറിഞ്ഞൂടാ ആ പെണ്ണിനെ കാണാൻ പോയിട്ട് മിലിറ്ററി ബേസിൽ പോയി എന്നിട്ട് അവിടെ നിന്നൊക്കെ പോകുന്നത്. പക്ഷെ നമുക്ക് നേരെ അങ്ങ് പോവാം. എന്തിനാണ് ഇപ്പൊ റേഡിയോ? ലിമിറ്റഡ് ഇൻവൈറ്റ്സേ ഉള്ളൂ. ഒന്ന് ഞാൻ, ഒന്ന് നീ, ചന്ദ്രനെ കൂട്ടാം, പിന്നെ നമ്മുടെ ജോണി മാമൻ. അപ്പം നമുക്ക് മീയനെ കാണാൻ ആദ്യം പോവാം. പോയിട്ട് വരാം. ബുദ്ധിമുട്ടുണ്ടോ? ലൈക്ക് വലിയ സംഭവമൊന്നുമില്ല. മീയെ ഇങ്ങനെ നമ്മൾ എത്തി നോക്കുന്നു. പെട്ടെന്ന് ശ്രദ്ധിച്ചു പോലും രായ എന്തുണ്ട് രായ? ഞാൻ ആദ്യം കേടി ഒന്ന് വിളിക്കട്ടെ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ. കുറച്ച് കാര്യങ്ങളും വണ്ടി എടുത്തിട്ടോ. പോണ്ടേ ഇപ്പൊ? സാൻഡി ഹോസ്പിറ്റലിൽ പോടാ, അവര് വരുമെന്നാ പറഞ്ഞത്. ഇത് വലിയ സംഭവം ഒന്നും അല്ല. വാസു ചുമ്മാ മീയെ കാണുക, അനുശോചനം രേഖപ്പെടുത്തുക, തിരിച്ചു വരിക. അപ്പാപ്പനൊക്കെ അവിടെ എത്തി. ഇപ്പം ജോണി പാപ്പനൊക്കെ മീയെ കണ്ടു കഴിഞ്ഞാണ്. ഇത് എവിടെ ലൊക്കേഷൻ ചോദിച്ചേ? സാൻഡി ഹോസ്പിറ്റൽ അറിയത്തില്ലയോ? വലിയ പിന്നെ ഇതൊക്കെ അറിയായിരിക്കും. സാൻഡി ഹോസ്പിറ്റൽ അറിയത്തില്ല. പിന്നെ നമ്മൾ എന്തിനാ കളിക്കുന്നത്? തലവെട്ടി കളയണ്ടേ? എപ്പോഴും ഇങ്ങനെ ബിസി ആയിട്ടിരിക്കുന്നതാണെങ്കിൽ സന്തോഷമുണ്ട് കേട്ടോ. അത് ഞാൻ എൻഗേജ് ആയതുകൊണ്ട് ജോക്കി, എനിക്ക് വേറെ ഞാൻ ഗ്യാങ്ങിന്റെ കാര്യത്തിൽ ഫുള്ളി എൻഗേജ് ആയതുകൊണ്ട് ബാക്കി കാര്യങ്ങൾക്കൊന്നും പോയി ഞാൻ വഷളാവുന്നില്ല ബാക്കിയുള്ളവരെ പോലെ. അതാണ് വേണ്ടത് നമുക്ക് മനസ്സിലായോ? ഒരു മിനിറ്റ് ജോക്കി, ഒരു കോള് വരുന്നേ. ഞാൻ ഇറങ്ങി ഹലോ പോയിട്ട് വരാം. ഹലോ ശരി. ആരാണ്? ഷാജി പറഞ്ഞോ. എന്തോ ഷാജി? ഓ സുഖമാണ്. ഷാജിക്ക് സുഖമല്ലേ? എന്തോ വിളിച്ചത്? ചുമ്മാ വിളിച്ചതാ ഷാജി, ഞാൻ ഒരു മീറ്റിംഗിലാണ് ഷാജി. ഇത് ആരാ ഇതൊക്കെ? അവ എന്നോട് സംസാരിക്കുന്നത് കേട്ടാ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് ഞങ്ങള് ഞാൻ 10ാം ക്ലാസ്സിൽ ഇവന് ഓട്ടോഗ്രാഫിനകത്ത് ഷാജി എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാം എന്നൊക്കെ എഴുതി കൊടുത്ത് ഒപ്പിട്ട് വന്നതുപോലാണ് ഇവൻ എന്നെ വിളിക്കണത്. ഇതൊക്കെ ആരാന്ന് ആർക്കറിയാം? ജോക്കി ഞാനൊരു കാര്യം പറയട്ടെ, എല്ലായിടത്തും പറയും മാന്യമായിട്ട് ബിഹേവ് ചെയ്യണം. എത്ര കുറച്ച് തിരക്കായിരുന്നു. എല്ലാരും ഉണ്ടല്ലോ? ഹായ്, എന്റെ പേര് ക്യാപ്റ്റൻ വർഗീസ്. ഡയറക്ടറാണ്. ഇപ്പൊ നമ്മുടെ ഹോം ക്വാറന്റൈനിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒബ്സർവേഷനിലാണ്. ഇവര് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്ന മീനെ കാണാൻ വന്നതാ. ഹലോ 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 വാസണ്ണ, സുഖമാണോ? എനിക്ക് നല്ല സുഖമാണ്. നിനക്ക് സുഖമാണോ? ഫുഡൊക്കെ കഴിച്ചാ? എയർപ്ലെയിൻ മോഡ്. വർഗീസ് ഞാനും തിയേറ്ററിൽ ഷോ അല്ലോ 3 പേരെ വെച്ച് കയറ്റാൻ. അയ്യോ എന്റെ ഹലോ മരിച്ചുപോയവര്? ചൈത്യയിലാണേ. യൂണിഫോം പോലും മാറ്റിയില്ലല്ലേ വർഗീസ്? നിങ്ങൾക്ക് ഈ യൂണിഫോം മാറ്റിയിട്ട് വല്ല ഉടുപ്പങ്ങാണ് ഉപയോഗിപ്പിച്ചൂടെ? ഇപ്പോഴും നല്ല തോക്കിൽ ഉണ്ടയും കത്തിയൊക്കെ ഇരിക്കുന്ന അരപ്പുറത്ത്. നമസ്കാരം മിയ. മിയ കേക്കുന്നുണ്ടോ? ഹലോ പുള്ളിക്കാരിക്ക് കേൾക്കാൻ പറ്റുമോ? ഞാൻ സംസാരിച്ച കുഴപ്പമുണ്ടോ? അൺകോൺഷ്യസ് ആണെന്നാ പറയുന്നത് ജോക്കി. അൺകോൺഷ്യസ് ആണ്. അൺകോൺഷ്യസ് വെച്ചാല് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല. വാസു
കേൾക്കും, പക്ഷെ സംസാരിക്കാൻ പറ്റില്ല. കയ്യോ കാലോ കൊണ്ടാണ് അനക്കോ എന്തെങ്കിലും ഇത് അറിയുമ്പോ. ഇത് നിങ്ങൾ ഇന്നലെ അടിച്ചു കയറ്റി ഇഞ്ചക്ഷനിൽ പോയാന്ന് തോന്നുന്നു. എനിക്ക് തന്നെ സംസാരിക്കാൻ പറ്റില്ല. മരമുണ്ട ഇതല്ലേ ഭീമാകാര് മറ്റേ വെടി കൊണ്ട് അയ്യോ അതൊന്നല്ല. ഇത് നമുക്ക് അങ്ങനെയാണ്, നമ്മൾ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. സോറി എന്റെ ഭാഗത്താണ്. അല്ല അയ്യോ അങ്ങനെയല്ല. ഇത് ആക്ച്വലി ഒരു സ്നൈപ്പർ ഷോട്ട് കിട്ടിയിട്ട് പറഞ്ഞു കേട്ടി വലിയ കഥയാണ്. ഇനി അതൊന്നും പറഞ്ഞിരിക്കാൻ സമയമില്ല. വാസു സംസാരിച്ചു. ഞാൻ എന്താ സംസാരിക്കണ്ടേ ജോക്കി? എടാ ഇപ്പം വെടി കൊണ്ട് കിടക്കുന്ന അതാണ് ചന്ദ്ര ബിഹേവ് ഇവ ഒരു ബേസ് ഡെക്കോറം കീപ്പ് ചെയ്യുന്നില്ല. വാസു നമ്മളിപ്പം ഒരാള് വെടികൊണ്ട് ഇത്രയും കിടക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും സംസാരിക്കണമല്ലോ. അനുശോചനം പോലെ നമ്മുടെ ഗ്യാങ്ങിന്റെ വക നമ്മൾ വന്ന് കണ്ടു എന്നുള്ളൊരു സാധനം രേഖപ്പെടുത്തിക്കും. മിയ ആക്ച്വലി ഈ വെടി കൊള്ളുക എന്ന് പറയണതൊക്കെ അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഈ വെടിയൊക്കെ ഒരു സെക്കൻഡ് ഇവന്മാരൊന്ന് വെളിയിലൊന്നും മിണ്ടായിരിക്കാം. ആക്ച്വലി നമ്മള് ഇത് മൂന്ന് പേര് ഇത് എന്താണ് ഇത്? നമ്മൾ തിയേറ്റർ ഷോ അല്ല നമുക്ക് സംസാരിച്ചോട്ടെ. നമ്മുടെ ആൾക്കാരൊന്നും മിണ്ടായിരിക്കാൻ പറയടാ. മിയ ഈ വെടി കൊള്ളുക എന്ന് പറയണത് അത്രയ്ക്ക് വലിയൊരു കാര്യമല്ല. അത് നിങ്ങളെ പോലെ പോക്കും ഇതൊക്കെ എടുത്ത് ജീവിക്കുന്ന നിങ്ങൾക്ക് ഇത് ഡെയിലി റൂട്ടീനിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. പക്ഷെ ഒരു വെടി കൊണ്ടിട്ടും തളരാതെ ഇപ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ എണ്ണീക്കുമെന്ന് പറഞ്ഞ് മിയ ഇവിടെ കിടക്കുന്നില്ലേ? അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. മിയ ഒന്ന് ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് നോക്കിയ മിയ. എല്ലാരും മിയയുടെ കംബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാനും മിയയുടെ കംബാക്കിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. എത്ര നാളായെന്നറിയോ? അതെ, ഞാനും തിരിച്ചു വരണം മിയ, പഴയതിലും ആക്റ്റീവായിട്ട്. നമുക്ക് എന്തുമാത്രം വെടി പൊട്ടിക്കാനുള്ളതാ. ഇനിയും വെക്കണ്ടേ ഒരുപാട്. ചന്ദ്രൻ എന്തെങ്കിലും പറയാനുണ്ടോ ചന്ദ്രാനി? ഞാനിത് വസനം പറയുമ്പോ തന്നെ ആ സൂചി അനങ്ങുന്നുണ്ട്. അപ്പൊ വാസു ഇതാണ് കറണ്ട് ഒരു മിയക്ക് ഒരു മോട്ടിവേഷൻ വന്നു കേട്ടോ. അതെ, ECG നല്ല വേരിയേഷൻ ഉണ്ട്. മോട്ടിവേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ അത് 100-ന്ന് 80-ലോട്ടാ വന്നത്. തിരിച്ചാ ചന്ദ്ര നിന്നെ കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ഞാനെങ്കിലും കണ്ടോ? ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈ ഡോക്ടറും ഈ ഡയറക്ടറും എല്ലാം വെയിറ്റ് ചെയ്യണത് മിയയുടെ ഒരു കംബാക്കിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി എന്തെങ്കിലും പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കും. മിയ, ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ പേര് പുള്ളിയുടെ ആളും മിയും തമ്മിൽ ഒരു ബന്ധമില്ല. പറഞ്ഞേ അതല്ല, ഇത് മിയാണ്. മിയും മറ്റേ ഭീമാപ്പാപ്പനും തമ്മിൽ ഒരു ബന്ധമില്ല, കണക്ഷൻ ഇല്ല. അതങ്ങനെയല്ല സിറ്റുവേഷൻ വന്നത്. ജോക്കി എന്തോ വേറെന്തോ കേട്ടിട്ടിരിക്കുവാണേ. എനിക്ക് തോന്നുന്നു മിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വരുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ ഇറങ്ങിപ്പോയിട്ട് വീണ്ടും ഇതെന്തോന്ന് 10ാം ക്ലാസ്സിലെ പരീക്ഷയെ സാറൊന്ന് പറഞ്ഞു കൊടുക്കും സിറ്റുവേഷൻ. ഓഫീസർ ഒന്ന് പറഞ്ഞു തരുമോ എന്താ മിയക്ക് ശരിക്കും പറ്റിയത്? ഇന്നലെ തൊട്ട് ഭീമാകാരന്റെ ചന്തിന്ന് പറഞ്ഞിരിക്കുകയാണ് ജോക്കി കേട്ടാ. എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, ആ കൊച്ചിന്റെ അവിടെ തന്നെ വെടി കൊണ്ട് ഇനി ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നോക്കില്ലയോ? ഈ വെടി കൊള്ളുന്നൊന്നും നീക്കൊരു പുത്തരിയല്ല പാപ്പ, ചരിത്രം അങ്ങനെയാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പൊന്നു ജോണിപ്പാപ്പ ഇവരുടെ കാര്യം. എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വരും. ഇത് ഡയറക്ടറോട് പോയി കുണ്ടിക്ക് കിട്ടിയ വെടിയുടെ കഥയൊക്കെ എക്സ്പ്ലനേഷൻ കേൾക്കാൻ വേണ്ടിട്ട് ആക്ച്വലി ഇത് സംഭവം വെച്ചാൽ ഒരു സ്നൈപ്പർ ഷോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സ്നൈപ്പറിന്റെ ഒരു ടോക്സിൻ ഉണ്ടായിരുന്നു ആ ബുള്ളറ്റില്. ആ ബുള്ളറ്റിന്റെ അത് ടോക്സിൻ സ്പ്രെഡ് ആയിട്ടാണ് ആ വൈറസ് ആളുടെ വൈറസ് അല്ല ടോക്സിൻ പോയിസൺ കയറിയത്. അപ്പൊ ആ പോയിസൺ അവർ ഈ സെനിത്ത് എന്ന് പറഞ്ഞ ടീം ഓക്കെ ആയതിന്റെ ശേഷമാണ് അവരുടെ വൈറസിന്റെ നേരെ അപ്ഗ്രേഡ് വെർഷനായ എന്താ പറയാ ഈ ഗാരു വൈറസ് ഇവിടെ സ്പ്രെഡ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഭീമാകാരൻ ആരാ? ആ ഭീമാകാരനാണ് ആദ്യം ഈ വൈറസ് കയറിയത്. എന്നുവെച്ചാൽ അവര് സ്പ്രെഡ് ചെയ്ത് നേരെ ആളെ മെത്തിക്കാണ്. ആ സെനിത്ത് എന്ന് പറഞ്ഞ ആൾക്കാണ് ഈ ഒരു വൈറസ് ആദ്യം അഫക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഈ വൈറസിന് ഗാരു വൈറസ് എന്ന പേര്. കണ്ടാ
പക്ഷെ പുള്ളിക്ക് അപ്പൊ എങ്ങനെ ഈ വൈറസ് വന്നത്? ഇപ്പൊ നമ്മുടെ അണ്ണൻ വന്നിട്ട് ഈ ഭീമാകാരത്തിന് വന്ന വൈറസ് ഈ മിയക്ക് എവിടെ വെടി കിട്ടിയത്? കുണ്ടിക്കാണോ അതോ അവർക്ക് ഹെഡ്ഷോട്ട് തലക്ക് വെടി കിട്ടിയിട്ട് ജീവനോട് എപ്പോഴും ഹെഡ്ഷോട്ടില് മറ്റേ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഹെൽമെറ്റ് ഇമ്പാക്ട് ആണ്. ഓ ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ലേ? പോയിസന്റെ സാധനം ബ്രേക്ക് ആയിട്ട് ബ്ലഡിൽ മൊത്തം അലിഞ്ഞു പോയി. എന്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് ഡയറക്ടർ. ഇല്ല, ഇതുവരെയുള്ള നമ്മുടെ കാൽക്കുലേഷൻസ് എല്ലാം കറക്റ്റാ. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ടുള്ള കാൽക്കുലേഷൻസ്? ഇപ്പോഴും ആള് ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റിലാണ്. പണ്ടത്തെക്കാട്ടിയും അത്യാവശ്യം നല്ല രീതിക്ക് ഒരു റിക്കവർ ആവുന്നുണ്ട്. നമ്മളിപ്പോ ആൾക്ക് വൈറസ് ഇൻഫെക്ട് ആയിരുന്നു. എന്താണ് വർഗീസ് റിക്കവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ പെണ്ണുമ്പോൾ ഇപ്പോഴും കിടക്കില്ല. സോറി, ആ കൊച്ചി ആളിപ്പോ നമ്മുടെ മെഡിസിൻസിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. മുമ്പ് റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ വെന്റിലേറ്ററിലായിരുന്നു. ഇപ്പം അവിടുന്ന് ഒരു ICU എന്നുള്ള സ്റ്റേജിലോട്ട് ആയിട്ടുണ്ട്. മെഡിസിൻസ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വൈറസ് കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് ഒരു 99% ആളുടെ ഇതിൽ നിന്ന് ആയിട്ടുണ്ട്. നോ ഇൻഷുറൻസ്, നോ പ്രോബ്ലം. റിക്വസ്റ്റ് എ ന്യൂ ട്രെയിൻ. ബാക്കി നെർവിനെ എഫക്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ അതും കൂടെ ഒന്ന് ഫിനിഷ് ആയി കഴിഞ്ഞാൽ ആൾക്ക് പഴയ ഇതിലോട്ട് തിരിച്ചു. അത് മാത്രല്ല പിന്നെ അപ്പാപ്പ ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പാപ്പന്റെ വേണ്ടുന്ന സംഭവങ്ങളുണ്ട് കേട്ടോ. പ്രോസ്ട്രേറ്റ് എക്സാം ചെയ്യും. പ്രോസ്ട്രേറ്റ് അപ്പാപ്പന്റെ മൊട്ട പ്രായമല്ലേ, അതൊക്കെ ഇനി ന്യൂ ട്രെയിനിങ് ഒക്കെ സ്വന്തമായിട്ട് എക്സാം വിത്ത് അവർ നോൺ ഇൻഷുറൻസും വേണം. ആശുപത്രിക്കാരെല്ലാം അങ്ങനെ. അപ്പം ഇത് ഭീമാകാരവും എന്റെ പൊന്നെ കേടി എന്നെ ഇതിനകത്തോട്ട് ഇനി വലിച്ചഴിക്കല്ലേ. ഭീമാകാരം മിയ ഖലീഫാനൊക്കെ പറഞ്ഞു. ഞാൻ എന്റെ എന്തൊക്കെയാണോ എന്റെ നഷ്ടപ്പെട്ടെ? 2 ദിവസമായിട്ട് ഈ ഭീമാകാരന്റെ ചന്തി എന്ന് പറഞ്ഞ് ഞങ്ങൾ കേട്ട് ജീവിതം തഴപ്പിച്ച് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റി വെച്ച ഇത് കാണാൻ വന്നേന്നറിയാവോ? അപ്പൊ പോയിട്ട് വരാം. ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറിയേ ഇത്തരം പറയരുത്. സത്യം എന്ത് വായി തോക്കും പിടിച്ചോണ്ട് സാധനം മുറിച്ച ശസ്ത്രക്രിയ വല്ലതും കഴിയണ ചന്ദ്ര? നീ ഇവിടെ ഇങ്ങനെ താങ്ങിയൊക്കെ കിടക്കണ? ദർശനം ഒന്ന് കാണണം. എങ്ങോട്ടാ പോകുന്നേ? വഴിയും തെറ്റി. ഞാൻ ഒന്നുകൂടെ മോട്ടിവേറ്റ് ചെയ്തിട്ട് വരാം. എല്ലാം ശരിയാവും മിയ. കുറച്ച് ഞങ്ങളുണ്ടാവും മിയയുടെ കംബാക്കിന് വേണ്ടിട്ട് കേട്ടാ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓൾ ദ വെരി ബെസ്റ്റ്. പെട്ടെന്ന് റിക്കവർ ആയി വാ. എന്താ സാറേ സാറേ അത് നമ്മള് ദർശനം ഒന്ന് വിളിക്കടാ. എന്റെ നമ്പർ അല്ല ജോക്കി. നമ്പർ ഇല്ലേ? ഇല്ല എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ല അങ്ങനെ പേഴ്സണലി പരിചയമില്ല എനിക്ക് ആ കുട്ടിയെ. ഒരു കാര്യം ചെയ്യും. ഒരു മിനിറ്റ് ഞാൻ പറയാം. ചന്ദ്രബോസ് എങ്ങോട്ടാണ് ഓടിപ്പോണേ? എവിടെ ഓടിപ്പോയത്? വണ്ടി കയറും. നൈസായിട്ട് ഓടണം. ഞാനവരൊക്കെ എന്ത് ചെയ്യും? കംബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. രാനെന്ത് ചെയ്യും? എടാ രാനെന്തിയടാ? TDS-ലോ? പോയി വിടുന്നു. ഞാൻ ജോക്കിയുടെ കൂടെ കോച്ച് കയറിക്കോ. കോച്ചും ഉണ്ടോ? എല്ലാരും വന്ന് കേട്ടാ. മിയ എന്ന ഒറ്റ പേരില് സിറ്റിയിൽ ഇല്ലാത്ത ആൾക്കാർ. എടാ എന്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞ എനിക്ക് ഒരു ഭീമാകാരവും കുണ്ടിക്ക് വേണ്ടി കിട്ടി. ആ പേരൊന്ന് വിടാവോ ജോക്കി? എനിക്കത് കേൾക്കുമ്പോ തന്നെ എടാ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കാവോ? എനിക്കത് പറയാനിരിക്കും. എടാ ഈ ഭീമാകാരുവിന് വെടി കിട്ടിയതിനു ശേഷമാണ് ഈ വൈറസിന് ഗാരു വൈറസ് എന്നുള്ള പേര് കിട്ടിയത്.
ഭീമഗാരു. കങ്കാരുവിന്റെ ആരിലാണ് കങ്കാരുവിന്റെ ഭീമ ഗാരുവിന് വെടി കിട്ടിയപ്പോഴാണെങ്കിൽ വൈറസിന് ഗാരു എന്ന് പേര് വന്നത്. ആ, അതെ കുഴപ്പമുണ്ടോ? എടാ ഭീമഗാരു നിന്റെ അച്ഛൻ. നീ ആ പേര് മിണ്ടല്ലേ, നീ ആ പേര് നമ്മുടെ ജീവിതത്തിൽ പോയി കേട്ടോ. കുറെ നേരം മനുഷ്യൻ കേട്ടോണ്ടിരിക്കുക ഭീമഗാരു, ഭീമഗാരുവിന്റെ ചന്തി, ഭീമഗാരുവിന്റെ അണ്ടാവ്. കണ്ടോ ഓ മിയ ഖലീഫ കണ്ടു. ഞങ്ങൾ വീഡിയോ എടുത്തു, 2.5 ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട്. വൈദ്യുതി അയച്ചു തരാം. മിയ ഖലീഫയെ കണ്ട് ചോയിര് കണ്ടിട്ടില്ല ഇവിടെ ചന്ദ്ര ചന്ദ്ര ഇവൻ പറയുന്ന വെച്ചാൽ ദർശനയുടെ നമ്പർ ഇവന്റെ ഇല്ലെന്ന ചിത്ര ചന്ദ്രനുണ്ട്. എന്റെ ഉണ്ട്